നിങ്ങൾ കാട്ടുമുന്തിരി കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. സംഭവം കാണാനായിട്ട് ശരിക്കും ഒരു മുന്തിരിയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വള്ളിമാങ്ങ എന്നും പേരുണ്ട്. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് മാങ്ങയുടെ ലുക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ കടുമാങ്ങ ഉണ്ടല്ലോ, അതുപോലൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. ഏട്ടൻ കൊണ്ട് തന്നിട്ട് പറഞ്ഞത് ഇത് അച്ചാറിട്ട് കഴിച്ചോ, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന്, അതായത് നിലമ്പൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നപ്പോൾ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അച്ചാറിടാൻ പോവാണ്. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ, ഞാൻ വീട്ടിലിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചുളുങ്ങിപ്പോയിട്ടുണ്ടായി. അപ്പോൾ അതേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞ കാട്ടുമുന്തിരി അഥവാ വള്ളിമാങ്ങ. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു അച്ചാറിടാനും പോവാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞും അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ടാണ് ചിലതൊക്കെ ഇതാ ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചുളുങ്ങിയും പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കളഞ്ഞ് ബാക്കി നല്ലത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് തണ്ടുമേനായിട്ട് ഓരോന്ന് ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞപ്പൻ്റെ ഇതിങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് നമുക്ക് അടർത്തിയിടണം. ആ തണ്ടിടരുത്. ഓഫ് ചെയ്തോ. നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കാം. മുറിക്കണം. പിന്നെ നമ്മൾ അടർത്തി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വെള്ളത്തിലൊക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ കുഞ്ഞ് പറഞ്ഞ രീതിയിൽ നമുക്കത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആ വിത്ത് കൂടി നമുക്കെടുത്ത് മാറ്റാം കേട്ടോ. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചെറിയ കറയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ചെറിയൊരു ചൊറിച്ചിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കൈയൊക്കെ ആ വിരലിലൊക്കെ ഇങ്ങനെ നിറച്ച് കറ പിടിച്ചിരിക്കുകയായിരുന്നു. അതിപ്പോഴും പോയിട്ടില്ല. 2-3 ദിവസമൊക്കെ കറ നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ എടുക്കാതെ വെച്ചിട്ടുള്ളത് ചെറുതായിട്ട് ചീഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങളാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചീത്തയായതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നല്ലത് മാത്രം കിട്ടിയത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം വെക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിതിന് കറിയുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇനി വല്ല കുഴപ്പമുണ്ടോയെന്നും എനിക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണല്ലോ. ഇതെങ്ങനെയാണ് വെക്കേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിലും നോക്കി, പിന്നെ കുറേ വീഡിയോസും കണ്ടു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല രീതിയിലും നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 3-4 മണിക്കൂർ അതങ്ങനെ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അച്ചാറിടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 4-5 മണിക്കൂർ അതങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അച്ചാറിടാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അത്രയും കാര്യങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സാധാ വെളിച്ചെണ്ണയും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ അച്ചാർ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കേട് കൂടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് നല്ലതെന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിത് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ വാട്ടിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ വഴറ്റിയും കൂടി എടുക്കുക.
ഇനി നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്ന വള്ളിമാങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അരിച്ച് വെച്ചതല്ല, വെള്ളം ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ, ഒത്തിരി നേരമൊന്നുമില്ല, ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ മസാലകൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. 2-2.5 അത്ര ഇട്ടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി ചെറുതായിട്ടൊന്നിങ്ങനെ മൂടി വെച്ചൊന്ന് വേവിച്ച് കഴിയുമ്പോൾ സംഭവം റെഡി. അപ്പോൾ എരിവ് കുറച്ചുകൂടി ആവാമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചാർ പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, വള്ളിമാങ്ങ അച്ചാർ റെഡി. സംഭവം ഒന്നും പറയാനായിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിങ്ങനെ വെറുതെ കഴിച്ച് നോക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഞാൻ കഴിച്ച് നോക്കിയൊന്നുമില്ല. അച്ചാറിട്ട് കഴിഞ്ഞ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അച്ചാറിട്ടാൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വഴിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എടുക്കാനുണ്ടായ ഉത്സാഹമൊന്നും കുഞ്ഞപ്പന് ഇത് കഴിക്കാൻ നേരത്തെ ഉണ്ടാവില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. കാരണം അവന് ഒട്ടും എരിവ് പറ്റില്ല കേട്ടോ. കുറച്ച് എരിവുള്ള സാധനങ്ങൾ പോലും അവൻ കഴിക്കാറില്ല. അപ്പോൾ ആദ്യം അവനാണ് കൊടുത്തത്, അത് വേണ്ടാന്ന് പറയുകയും ചെയ്തു. കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായി, പക്ഷേ എരിവ് എനിക്ക് പറ്റില്ല മേമെന്നാണ് കേട്ടോ പറഞ്ഞത്. അവർ ആളിവിടെ ഇരിപ്പുണ്ട്. വീഡിയോ അത്രയുള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.